വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയലയും മാങ്ങയും കൂടി ഒരു കറി വെച്ച് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അയല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് മേടിച്ചതായ കാരണം പിന്നെ അത് കഴുകി കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് അരപ്പിനായിട്ട് ആവശ്യത്തിന് നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക്. ഇനി എന്താ നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കണ മീനിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കറിവേപ്പില അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്താ നമുക്ക് സ്റ്റൗ കത്തിച്ച് മീനും മാങ്ങയും ഒക്കെ നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. മീനും മാങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടണത് കാരണം കൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനായതുകൊണ്ട് ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനും മാങ്ങയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയലയും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.